നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേത്രനഗരിയായ അങ്ങാടിപ്പുറത്തിന് ഉത്സവ ദിനരാത്രങ്ങൾ. തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ആഘോഷങ്ങളെക്കാൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാമുഖ്യം നൽകുന്ന അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്കിനി ശേഷിക്കുന്നത് ഒരു മാസം. ഉത്സവാഘോഷങ്ങൾക്കായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ക്ഷേത്രം. ഇതിന്റെ ഭാഗമായുള്ള പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മാതൃശാലയിലെ പന്തിരടി പൂജയ്ക്കു ശേഷം ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പൌരാണികമായ ആചാരങ്ങൾ അതേപടി പിന്തുടരുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ ഇന്നും പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടക്കുന്നത്. ഉത്സവാഘോഷ ചടങ്ങുകളിൽ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരെ കൂടി തികഞ്ഞ പ്രാമുഖ്യത്തോടെ ഭാഗമാക്കുക എന്നതാണ് ക്ഷേത്രത്തിലെ പല ചടങ്ങുകളുമെന്ന് ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് നാരായണൻ നമ്പൂതിരി പറയുന്നു. പാവപ്പെട്ട എല്ലാ ഈ കൂലിവേല ചെയ്ത് ജീവിക്കുന്നവർക്കും അതേപോലെ മറ്റെല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ ഇതിൽ സ്ഥാനം കൊടുക്കുന്നുണ്ട് പൂരാഘോഷത്തിൻ്റെ എല്ലാ ചടങ്ങുകളിലും. അതിൽ ഒരു ഐറ്റമായിട്ടാണ് ഈ പന്തൽ കാൽനാട്ടൽ കർമ്മം. അത് ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പാവപ്പെട്ട ആളുകൾ പണിക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ വർഷവും ഈ പൂരാഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ജോലി നൽകുക എന്നൊരു സംരംഭമാണ് ഇതിലുള്ളത്. ഇതിനുമ്പോൾ പൂരാഘോഷം പറഞ്ഞാൽ നമ്മൾ ധനുമാസത്തിന് 30 ചൊവ്വാഴ്ച പൂരം കുറിക്കുക പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതൊക്കെ അവിടെ നായരാണ് ചെയ്യുന്നത്. അന്ന് തീരുമാനിക്കുകയാണ് പൂരാഘോഷം ഈ വർഷം വളരെ ആർഭാടത്തോടു കൂടി നടത്താമെന്നുള്ള പൂരം കുറിക്കൽ എന്ന ചടങ്ങോടുകൂടി ചെയ്ത് കഴിഞ്ഞതാണ്. ഇത് പൂരത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമായിട്ടാണ് ഈ പന്തലിൻ്റെ പ്രവർത്തനങ്ങൾ. ഉത്സവാഘോഷങ്ങളുടെ രണ്ടാം ഘട്ട ചടങ്ങാണ് പന്തലിനുള്ള കാൽനാട്ടിൽ. കഴിഞ്ഞ വർഷത്തേക്കാൾ പൊലിമയോടെ ഉത്സവം നടത്താനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രമെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വേണുഗോപാൽ പറഞ്ഞു. ഈ പന്തലിന് കാൽനാട്ടൽ ചടങ്ങ് ഈ പഴയകാലത്തെ സമ്പ്രദായം അനുസരിച്ച് ഓലപ്പന്തൽ കെട്ടിയിട്ടാണ് അന്നത്തെ കാലത്ത് പൂരത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ശിവേലിപ്പുര നടപ്പന്തൽ ഉൾപ്പെടെ ആയി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതൊരു ചടങ്ങ് എന്ന നിലയ്ക്കും നേരത്തെ തന്ത്രി സൂചിപ്പിച്ച പോലെ പൗരാണികമായ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരാഘോഷം എന്ന നിലയ്ക്കും ആണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വരുന്ന മാർച്ച് 25-ന് കലശത്തോടു കൂടിയിട്ട് പൂരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പൌരാണിക അനുഷ്ഠാനങ്ങൾക്കാണ് ഉത്സവാഘോഷങ്ങളെക്കാൾ തിരുമാന്ധാംകുന്നിൽ പ്രാധാന്യം നൽകുന്നത്. ഉത്സവ ദിനങ്ങളിൽ പോലും ക്ഷേത്രത്തിലെ എല്ലാ പൂജാവിധികളും താന്ത്രിക ചടങ്ങുകളും ഭംഗം കൂടാതെ അനുഷ്ഠിക്കുമെന്ന് ക്ഷേത്രം ക്ലർക്ക് ദിലീപ് പറയുന്നു. ഇവിടുത്തെ മറ്റു പൂജകളൊന്നും മാറ്റിവെക്കുന്നില്ല. എല്ലാ പൂജകളും അതേപോലെ നടത്തുന്ന സമയത്തിന് മാത്രമേ മാറ്റമുള്ളൂ. ചടങ്ങുകൾക്കാണ് പ്രാധാന്യം. ചടങ്ങുകൾക്കിടയിലുള്ള നമ്മളുടെ ആ സമയങ്ങളിലാണ് നമ്മൾ മറ്റ് വിശേഷ ആഘോഷങ്ങളിലേക്ക് കിടക്കുന്നത്. ചടങ്ങുകൾക്കിടയിലാണ് അത് ചെയ്യുന്നത്. ചടങ്ങുകൾക്കാണ് പ്രാധാന്യം. അതിപ്പം മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം 3-ാം പൂരത്തിനാണ് കൊടിയേറ്റം. വേറെ എവിടെയും കാണുന്നില്ല. 1-ാം പൂരത്തിനാണല്ല കൊടിയേറ്റം, 3-ാം പൂരത്തിനാണ് കൊടിയേറ്റം. മാത്രമല്ല, ഇത്ര അധികം ആറാട്ട്, അതിപ്പോൾ 21 ആറാട്ടുള്ള വേറൊരു ഉത്സവമില്ല. ഒരു എല്ലാ ദിവസവും സമാപനമാവും ആറാട്ട്. ഇവിടെ അങ്ങനെയല്ല, എല്ലാ ദിവസവും ആറാട്ട്, 2 നേരം ആറാട്ട്, 21 ആറാട്ട്. ഇതൊക്കെ തിരുമാന്ധാംകുന്നിന് മാത്രം പ്രാധാന്യമാണ്. ഏപ്രിൽ 3-ാം തീയതി മുതൽ 13 കൂടിയ ദിവസങ്ങളിലായാണ് അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷ ചടങ്ങുകൾ നടക്കുന്നത്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.